ഏഴത്തോളഗ്നിഹോത്രി രജകനുളിയന്നോർത്തച്ഛനും പിന്നെ നമസ്കാരം. ഗായത്രി നമ്പൂതിരി സഭ ആർദ്രാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വീണ ദിലീപൻ. വളരെയധികം സന്തോഷം നിറഞ്ഞൊരു വർത്തമാനം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ 22 വർഷമായി ഈ തിരുവാതിരക്കളി രംഗത്ത് ഞങ്ങൾ സജീവമായി തുടരുന്നു. പഴയ പാട്ടുകൾ എന്ന് വെച്ചാൽ പാരമ്പര്യമായി കിട്ടിയ നമുക്ക് തുടർന്ന് വരുന്ന എല്ലാ പാട്ടുകളും കളിക്കുന്നതോടൊപ്പം തിരുവാതിരയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്ന ഒരു രീതിയും ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. മാത്രമല്ല, ചില കവിതകൾ, അതിൽ പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ദേശത്തിന്റെ ഒരു ആനപ്പാട്ട് വളരെയധികം വൈറലായി. ആ ഒരു തിരുവാതിരപ്പാട്ട് തിരുവാതിരക്കളിയിലേക്ക് മാറ്റം ചെയ്തപ്പോൾ അങ്ങനെ നമ്മുടെ നിൽക്കുന്ന ഈ കലയില് ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്ത ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഏതൊരു കലയായാലും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഏതൊരു കലയും വളരുന്നത്. അങ്ങനെ ഒരു ചിന്തയാണ് കഴിഞ്ഞ 2024 ആർദ്രാഭിരാമം രാമഗാഥകളിലൂടെ എന്ന ഒരു തലക്കെട്ടോടുകൂടി ഞങ്ങൾ അവതരിപ്പിച്ച രാമായണം കഥ. രാമായണ കഥയിലെ എല്ലാ പ്രധാന ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമ്പൂർണ്ണ രാമായണം തിരുവാതിരക്കളി രൂപത്തിൽ അവതരിപ്പിച്ചു. വളരെയധികം എന്താ പറയുക, ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. വളരെ ഒരു മെഗാ ഇവന്റാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ വർഷം 2026 ഞങ്ങൾ എന്ത് ചെയ്യാം എന്നുള്ളൊരു ആലോചനയിൽ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു, പറയിപെറ്റ പന്തിരുകുലം, എല്ലാവർക്കും പരിചിതമായൊരു കഥ. ആ കഥയെ തിരുവാതിരക്കളിയിലൂടെ അവതരിപ്പിച്ച് ഒരു ജനകീയമാക്കാൻ ഞങ്ങൾക്ക് എന്ത് പറ്റും എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെയാണ് അത് രൂപാന്തരപ്പെട്ട് ആ എല്ലാ 12 വ്യക്തികളെ, ആ മഹത് വ്യക്തികളെ പറ്റിയിട്ടുള്ള കഥ എഴുതി ട്യൂൺ ചെയ്ത് കൊറിയോഗ്രഫി ചെയ്ത് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 2026 സെപ്റ്റംബർ 20 തൃശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ചാണ് അതിന്റെ അവതരണം നടക്കാൻ പോകുന്നത്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. എല്ലാ തരത്തിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ആ പരിപാടി നടക്കുന്ന സമയവും മറ്റു വിവരങ്ങളും വഴിയെ അറിയിക്കാം. ഏതായാലും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം. എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നാരായണത്തു ഭ്രാന്തനും അകവൂർച്ചാത്തനും പാക്ക